ഇന്ത്യൻ നാവികസേനയുടെ നേതൃത്വത്തിൽ കുഞ്ഞാലിമരക്കാർ സ്മാരകം നിർമ്മിച്ചത് വടകര കോട്ടക്കലിലാണ്. കുഞ്ഞാലിമരക്കാരുടെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കിയത് 2000-ലാണ്. അറബികളുടെയും ചൈനക്കാരുടെയും കേരളത്തിലെ വ്യാപാര കുത്തക അവസാനിപ്പിക്കുക എന്നതായിരുന്നു പോർച്ചുഗീസുകാരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. കോഴിക്കോട്ടെ ഭരണാധികാരിയായ സാമൂതിരിയോട് അറബി കച്ചവടക്കാരെ പുറത്താക്കണമെന്ന് പോർച്ചുഗീസുകാർ ആവശ്യപ്പെട്ടു. എന്നാൽ ഈ ആവശ്യം അംഗീകരിക്കാൻ സാമൂതിരി തയ്യാറാകാതിരുന്നത് പോർച്ചുഗീസുകാരെ കുപിതരാക്കി. തുടർന്ന് അവർ കണ്ണൂരിലെത്തുകയും അവിടെ നിന്ന് ആവശ്യമായ വിഭവങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. കാർട്ടസ് വ്യവസ്ഥ എന്താണ്? ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളിലായി മറ്റു കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിന് വേണ്ടി പോർച്ചുഗീസ് ഉദ്യോഗസ്ഥർ നൽകിയിരുന്ന പാസ് ആണ് കാർട്ടസ്. എന്താണ് കാർട്ടസ്? ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റു കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിന് വേണ്ടി പോർച്ചുഗീസ് ഉദ്യോഗസ്ഥർ നൽകിയിരുന്ന പാസാണ് കാർട്ടസ്. ഓരോ ഏഷ്യൻ വ്യാപാര കപ്പലും തങ്ങളുടെ ചരക്കുകൾ കടത്തുന്നതിന് പോർച്ചുഗീസുകാർക്ക് ഒരു നിശ്ചിത സംഖ്യ കരം നൽകി കാർട്ടസ് പാസ് സ്വന്തമാക്കണമായിരുന്നു. കാർട്ടസിൽ ഉൾപ്പെടുത്തിയിരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? കപ്പലിൻ്റെ വലിപ്പം, കപ്പിത്താൻ്റെയും ജീവനക്കാരുടെയും വിവരങ്ങൾ, ചരക്കിൻ്റെ വിവരങ്ങൾ, എത്തിച്ചേരുന്ന തുറമുഖം. കാർട്ടസ് വാങ്ങാത്ത കപ്പലുകൾ കണ്ടുകെട്ടി ജീവനക്കാരെ കൊല്ലുകയോ കപ്പലുകളിൽ അടിമകളാക്കുകയോ ചെയ്തിരുന്നു. അപ്പോൾ കാർട്ടസ് വ്യവസ്ഥ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. എന്തിനാണ് കൊണ്ടുവന്നത്? ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റ് കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട് പോർച്ചുഗീസുകാർ കൊണ്ടുവന്ന പാസാണ് കാർട്ടസ്. മാനുവൽ കോട്ട. ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ടയാണ് മാനുവൽ കോട്ട. 1503 കൊച്ചിയിലാണ് മാനുവൽ കോട്ട നിർമ്മിച്ചത്. ഇന്ത്യയിൽ യൂറോപ്യന്മാർക്ക് നിർമ്മിച്ച ആദ്യത്തെ കോട്ടയാണ് ഇത്. ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതിയാണ് മാനുവൽ കോട്ട. 1503 നിർമ്മിച്ച മാനുവൽ കോട്ടയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതി. പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട, അഴീക്കോട്ട, കൊച്ചിൻ കോട്ട എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കോട്ട ഏതാണ്? മാനുവൽ കോട്ട. അപ്പോൾ മാനുവൽ കോട്ടയുടെ മറ്റു പേരുകൾ എന്തൊക്കെയാണ്? പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട, അഴീക്കോട്ട, കൊച്ചിൻ കോട്ട. മാനുവൽ കോട്ട പണിതതാരാണ്? അൽബുക്കർക്കാണ് മാനുവൽ കോട്ട പണി കഴിപ്പിച്ചത്. പോർച്ചുഗീസ് സംഭാവനകൾ. കണ്ണൂരിലെ സെൻറ് ആഞ്ചലസ് കോട്ട നിർമ്മിച്ചത് അൽമേഡയാണ്. മാനുവൽ കോട്ട നിർമ്മിച്ചത് അൽബുക്കർക്ക് 1503. എന്നാൽ കണ്ണൂരിലെ സെൻറ് ആഞ്ചലസ് കോട്ട നിർമ്മിച്ചത് അൽമേഡയാണ് 1505-ലാണ്. തൃശ്ശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ട നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ്. കുഞ്ഞാലിമരക്കാരുടെ ആക്രമണം നേരിടാനായി 1531 പോർച്ചുഗീസുകാർ നിർമ്മിച്ച